കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനം ടിവിക്ക്. കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അതേസമയം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ക്യാമറയിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും പരിശോധന തുടരുകയാണെന്നും CCF ആയ ഉമ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. ഒരു കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. പിന്നെ 50ഓളം ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദൗത്യം നമുക്ക് അണിമലിനെ നാരോ ഡൗൺ ചെയ്യുന്നതാണ്. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നു. ശിവദാസ്, നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഏതു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്? രോഹിണി, നരഭോജി കടുവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം നിരവധി സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 50ഓളം ക്യാമറകളാണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ ക്യാമറകളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. നിലവിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കടുവയുടെ കാൽപ്പാടുകൾ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് CCF ഉമ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. 2 ഡ്രോണുകൾ കൂടി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഉച്ചയ്ക്ക് ശേഷം ആ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കും. എന്തായാലും വ്യാപകമായ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഒരു ദുർഘടമായ ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് അതീവ ദുഷ്കരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മലമുകൾ പോലുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കയറ്റങ്ങളും അതുപോലെ ഇറക്കങ്ങളും എല്ലാം ഉള്ള അത്തരത്തിൽ ദുർഘടമായ സ്ഥലങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നിലവിൽ 2 കൂടുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള 2 കൂടുകൾ എത്തിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം ഏകദേശം ദൃശ്യങ്ങൾ പരിശോധിച്ച് അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത്തരം സ്ഥലങ്ങളിലേക്കായിരിക്കും ഈ ഒരു കൂടുകൾ സ്ഥാപിക്കുക. പ്രത്യേകിച്ച് കടുവ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിനെ കടിച്ചു കൊന്ന ആ സ്ഥലത്തും ഇങ്ങനെയുള്ള മേഖലയിലാണ് ഈ ഒരു കൂടുകൾ സ്ഥാപിക്കുക. 3 കൂടുകൾ കൂടി ഇവിടേക്ക് എത്തിക്കും. ഇതും മറ്റ് വിവിധ ഇടങ്ങളിലായി സ്ഥാപിക്കും. ഇങ്ങനെ വ്യാപകമായ രീതിയിലുള്ള തിരച്ചിലാണ് സജീവമായി തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 അംഗ ടീമുകളായി 3 വ്യത്യസ്ത ടീമുകളായി ഓരോ ടീമിലും 20 അംഗങ്ങൾ ഉള്ള ടീമുകളായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് നിന്നുള്ള 25 അംഗ സംഘങ്ങൾ അടക്കം ഈ ഒരു തിരച്ചിലിൽ സജീവമായി തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ കുങ്കിയാനകളും ഇവരുടെ സഹായത്തിന് ഉണ്ട്. ഇന്നലെ തന്നെ വയനാട് മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനയായ കുഞ്ചു ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് തന്നെ കോന്നി സുരേന്ദ്രനും വരുന്നുണ്ട്. ഇങ്ങനെ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടെ വ്യാപകമായി തന്നെയുള്ള ഒരു തിരച്ചിലിലാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ ദൗത്യം ആരംഭിച്ചു. ഇന്നും സജീവമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികൾ ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദുർഘട പാതകളും അതോടൊപ്പം തന്നെ ഈ വിശാലമായൊരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കടുവ ഏത് ഭാഗത്തേക്ക് പോയി എന്നുള്ളത് ഒരു വ്യക്തത ഇല്ല. ഇത്തരം CCTV ക്യാമറകളും അതോടൊപ്പം തന്നെ ഡ്രോണും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നിലവിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. കാൽപ്പാടുകൾ മാത്രമാണ് പതിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിണി. ശരി ശിവദാസ്. കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.